നമ്മൾ വെറും യാദൃച്ഛികമെന്ന് തള്ളിക്കളയുമ്പോഴും പലപ്പോഴും എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ഇതൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം. അതിങ്ങനെ സംഭവിക്കും, നമുക്കിങ്ങനെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ശരീരത്തെ അധികമായിട്ട് ക്ലേശിപ്പിക്കാതെ, ശരീരത്തിനോടും വീടിനോടും അധികമായ മമത പാടില്ല, വലിയ അറ്റാച്ച്മെന്റ് ഇല്ലാതെ, ആസക്തിയില്ലാതെ വിരക്തനായി കടമകൾ ചെയ്യണമെന്ന് പറയുമ്പോഴും അത് അസാധ്യമായ ഒരു കാര്യമാണ്. പക്ഷേ ലോകത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കി ആത്മതത്വം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അറ്റാച്ച്മെന്റ് ഇല്ലാതെ കർമ്മം ചെയ്യാൻ സാധിക്കും. തീർച്ചയായിട്ടും നമുക്ക് കർമ്മം ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന്, ഇന്നത്തെ കാലത്ത് നിങ്ങൾ നിങ്ങളുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരുന്നതിന് നിങ്ങൾക്ക് വലിയ ലക്ഷ്യമുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ 10ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോൾ കുട്ടിയുടെ ലക്ഷ്യം പറയും, എനിക്ക് ഇന്ന സബ്ജക്റ്റ് എടുത്ത് പഠിക്കണമെന്ന് പറയും. പിന്നെ അടുത്ത +2 കഴിഞ്ഞാൽ കുട്ടിക്ക് UK ജർമ്മനിയിലേക്കോ പോകണമെന്നാണ് പറയുന്നത്. കുട്ടി UK, ജർമ്മനി ഏതെങ്കിലും ഏതെങ്കിലും രാജ്യത്തേക്ക് കുട്ടി പോകുന്നു, പഠിക്കുന്നു, ഉപരിപഠനം നടത്തുന്നു. പിന്നെ കുട്ടി അവിടെ സെറ്റിലാവുന്നു, ആരെങ്കിലും വിവാഹം കഴിക്കുന്നു. നമ്മുടെ പാരമ്പര്യമായ സാമൂഹിക സംവിധാനങ്ങളെല്ലാം പൊളിച്ചു കളഞ്ഞിട്ടുള്ള ഒരു പുതിയ ജീവിത ശൈലിയിലേക്ക് ഇന്നത്തെ ലോകം അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 50 വയസ്സ് പ്രായമുള്ളവരൊക്കെ മാത്രം, 50-55 വയസ്സ് പ്രായമുള്ളവർക്ക് അറിയാം കറണ്ട് ഇല്ലാതിരുന്നൊരു കാലഘട്ടവും ഫോണും അതുപോലെ തന്നെ റേഡിയോയും TV ഇല്ലായിരുന്നൊരു കാലഘട്ടം സങ്കല്പിക്കാൻ പോലും പറ്റാത്തൊരു ജനറേഷനകത്ത് ഇതൊക്കെ അനുഭവിച്ച ഒരു കൂട്ടർ വസിക്കണം. 55 വയസ്സ് പ്രായമുള്ളവർക്കൊക്കെ അതറിയാം നന്നായിട്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊന്നും അറിയില്ല. അവർ കാണുമ്പോൾ ഈ മൊബൈൽ ഫോൺ ഉണ്ട്. നമ്മുടെ എല്ലാം കാലത്ത് മൊബൈൽ ഫോൺ അല്ല, ഒരു ഫോൺ പോലും നമ്മുടെ വീട്ടിലില്ല, കറണ്ട് പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ നിന്നാണ് നമ്മൾ ജീവിച്ചു വന്നത്. അതുകൊണ്ട് നമ്മുടെ സങ്കല്പം അവരുടെ സങ്കല്പം വ്യത്യസ്തമാണ്. നമ്മുടെ യാതൊരു വിധത്തിലുള്ള പാരമ്പര്യ ചിന്തകൾ അവർക്കില്ല. അവർ വേറെ ലോകത്തേക്ക് അതിവേഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അറിയാതെ പോലും അറ്റാച്ച്മെന്റ് നിങ്ങളിൽ സംഭവിക്കുകയാണ്. ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല, അവൾ എവിടെയെങ്കിലുമൊക്കെ ജീവിക്കും. ഇത് നിങ്ങൾക്കറിയാമെങ്കിൽ ഇത് നിങ്ങൾ പൂർണ്ണമായിട്ടൊന്ന് ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യുക. ഒന്നിനോട് അറ്റാച്ച്മെന്റ് പാടില്ല, എല്ലാത്തിനെയും നിങ്ങൾ നന്നായിട്ട് സ്നേഹിക്കൂ, സേവിക്കൂ. അറ്റാച്ച്മെന്റ് ഇല്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുമ്പോൾ നിങ്ങൾ ഹൃദയത്തിലുള്ള ഈശ്വരനിലേക്ക് അടുത്തു എന്നാണ്. അതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്? ഈശ്വരനിലേക്ക് അടുക്കുന്നതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്? ഇപ്പം നിങ്ങളെല്ലാവരും പറയുന്നു ഈശ്വരൻ ആനന്ദ സ്വരൂപനാണ്, ആത്മാരാമനായിട്ട് നമുക്ക് ഇരിക്കാൻ സാധിക്കും. അങ്ങനെ ആരാണ് ഇരുന്ന് കണ്ടിട്ടുള്ളത്? പലരും ഗുരുവായൂർ അമ്പലത്തിലൊക്കെ ഭജനം ഇരിക്കുന്നവരൊക്കെ കാണാം, അവിടെ കൊടുക്കുന്ന 2 നേരം കിട്ടുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ട് ആ ചുറ്റുവട്ടത്തൊക്കെ കിടന്നുറങ്ങുന്ന അമ്മമാരെയൊക്കെ നമ്മൾ കാണാറുണ്ട്. വലിയ പരമഭക്തരായരൊക്കെ ഇരിക്കുന്നവരൊക്കെ പട്ടുമെത്തയുടെ അകത്ത് സുഖമായിട്ട് താമസിക്കുന്നവർ മാത്രമല്ല. അതുകൊണ്ട് എല്ലാ ആഡംബരങ്ങളും സുഖസൗകര്യങ്ങളും തരുന്നു എന്നുള്ളതല്ല ഭഗവത് അനുഗ്രഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെയോ സംതൃപ്തിയോടുകൂടി നമുക്ക് ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഭാഗവതം ഉൾപ്പെടെ പറയുന്നു, 2 അക്ഷരം ദക്ഷരസ്ത് ഭവേൻ മൃത്യു, ത്രക്ഷരം ബ്രഹ്മശാശ്വതം. ദക്ഷരസ്ത് ഭവേൻ മൃത്യു, 2 അക്ഷരമാണ് മൃത്യുവിന് കാരണമായിരിക്കുന്നത്. ത്രക്ഷരം ബ്രഹ്മശാശ്വതം, 3 അക്ഷരം ശാശ്വതമായ ബ്രഹ്മത്തിലേക്ക് നമ്മെ നയിക്കുന്നു. അതെന്താണ് ആ 3 അക്ഷരം? അതൊന്നും കിട്ടിയിരുന്ന കൊള്ളാമായിരുന്നല്ലോ എന്നാണ്. 2 അക്ഷരം മമ മമ എന്ന് പറയുന്നതാണ് ശാശ്വതമായ മരണത്തിലേക്ക് നമ്മെ നയിക്കുന്നത്. ദക്ഷരം ബ്രഹ്മം, മൃത്യുവാകുന്നതിലേക്ക് നമ്മെ നയിക്കുന്നു. ദക്ഷരസ്ത് ഭവേൻ മൃത്യു, മൃത്യുവിലേക്ക് നയിക്കും. ത്രക്ഷരം 3 അക്ഷരം ശാശ്വതമായ ഏതാണ്? നമമ, നമഹ നമഹ എന്നുള്ളതാണ് നമമ എന്നത്. കാലത്ത് പുഷ്പാഞ്ജലിയായിരുന്നു നമഹ നമഹ. എന്താണ് നമഹ എന്ന് പറഞ്ഞുകൂടാ, അതൊക്കെ നമ്മൾ ചെല്ലുന്നുണ്ട്. നമമ എന്റേതല്ല, ഇതെല്ലാം നിന്റേതാണ് എന്നാണ്. അത് പൂക്കളല്ല, ഈ കാണായതെല്ലാം നിന്റേത് തന്നെയാണ്. ഭാര്യ നിന്റേതാണ്. അല്ല, ഞാനാണ് ഭഗവാനെ കെട്ടിക്കൊണ്ടുവന്ന് ഇത്രയും നാളായിട്ട് വളർത്തിയത് എന്ന് നമ്മൾ പറയുമ്പോഴും നമ്മുടെ അനുവാദം ഇല്ലാതെ ആയിരിക്കും ഭാര്യ ഇറങ്ങിപ്പോണത്. എന്നുവെച്ചാൽ വേറെ ആരുടെ കൂടെ ഇറങ്ങിപ്പോണെന്നല്ല ഞാൻ പറയുന്നത്, ആ ശരീരത്തിൽ നിന്ന് ജീവൻ ഇറങ്ങിപ്പോകുന്നത്. ഇന്നിപ്പം വേറെ ആൾക്കാരുടെ കൂടെ ഇറങ്ങിപ്പോകുന്നവരാണ്. ഭർത്താവ് വൈകുന്നേരം സാധനം വാങ്ങിക്കാൻ പോയിട്ടെന്നോ ഭാര്യയെ കാണാനില്ല, അപ്പം ഫോണിൽ മെസ്സേജ് ചെയ്യുന്നു ഞാൻ പോവുക, പിന്നെ ഞാൻ പോകുകയാണ്. എവിടെ പോയി? വിളിച്ചു ചോദിച്ചപ്പോൾ അല്ല, ഞാൻ പണിക്ക് വന്ന ചേട്ടൻ്റെ കൂടെ പോവാൻ, നിങ്ങളുടെ കൂടെയുള്ള ജീവിതം മടുത്തു. 2 ദിവസം മുമ്പ് പണിക്ക് വന്നവരുമായിട്ട് പ്രണയത്തിലായി, അവള് പോയി. 20 വർഷമായിട്ട് കൂടെ ജീവിക്കുന്നവന് ഇഷ്ടമല്ല. ഇതാണ് ഇന്നത്തെ കാലം. എന്ന് വെച്ചാൽ ഇത് മനസ്സിലാക്കേണ്ടത്, ഞാനൊരു തമാശയായിട്ട് പറയില്ല,
അപ്പപ്പോൾ കാണുന്നതിനോട് ആസക്തി, ഒരിക്കലും തീരാത്ത, എരിഞ്ഞു തീരാത്ത അത്യാസക്തി, തൃഷ്ണ, സുഖ, എനിക്ക് ഇതിൽ നിന്ന് സുഖം ലഭിക്കും, ഇതിൽ നിന്ന് സുഖം ലഭിക്കും, എൻ്റെ ഭർത്താവിനേക്കാളും ബംഗാളിയാണ് നല്ലവൻ എന്നൊക്കെ വിചാരിക്കുന്ന ഒരു തരം ഈ കാണുന്ന സൗന്ദര്യം ഇത് നല്ലതാണ്. എന്ത് സുന്ദരമായ ശബ്ദം! ആ ശബ്ദത്തിൽ ഞാൻ വീണുപോയി. ശബ്ദമല്ലേ സമാധാനം തരുന്നത്? പിന്നെ കുറച്ച് കഴിയുമ്പോൾ അറിയാം, എൻ്റെ ദൈവമേ, ഞാൻ ശബ്ദത്തിൻ്റെ സൗകുമാര്യത കേട്ട് ഇറങ്ങി വന്ന് ഇപ്പൊ എനിക്ക് സമാധാനം ഒട്ടുമില്ല. ശബ്ദത്തിൽ ഒരു സൗകുമാര്യതയില്ല, ഒരു സമാധാനവും ഇല്ല. കൂടെ ജീവിക്കുമ്പോൾ അറിയാം നമുക്ക് വിഷമം എന്താണ് എന്ന്. അതുകൊണ്ട് എല്ലാ അസ്വസ്ഥതകളോടും പൊരുത്തപ്പെട്ട് ജീവിക്കാൻ വേണ്ട മനപക്വത എന്ന ബലമാണ് ഗൃഹസ്ഥന് പ്രധാനമായിട്ടും വേണ്ടത്. അത് ഭാഗവതത്തിൽ ഈ 15-ാം അധ്യായത്തിൽ ഞാൻ 1 മണിക്കൂറുള്ളത് കൊണ്ടാണ് കഥയിലേക്ക് മാത്രം കടന്നു പോകുന്നത്. ശ്ലോകമൊന്നും എടുത്ത് പറഞ്ഞില്ല, 1.25 മണിക്കൂറേ നമുക്കിവിടെ സമയമുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ളൊരു മനോഭാവം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം.